2004 ഇറാനിൽ മൊണാലി ഹൈദറി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ജനിക്കുകയാണ്. പിന്നീട് വർഷങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇവക്ക് 12 വയസ്സാകുന്നുണ്ട്. ഇവക്ക് 12 വയസ്സാകുന്ന ടൈമിൽ ഇവളെ മാതാപിതാക്കൾ സജാദി എന്ന് പറയുന്ന ഒരുത്തനുമായി ഇവളെ വിവാഹം തീരുമാനിക്കുകയാണ്. തീരുമാനിച്ച ടൈമിൽ ഇവക്ക് വിവാഹത്തിനൊന്നും താല്പര്യമുണ്ടായിരുന്നില്ല. കുറച്ചും കൂടി വയസ്സായതിനു ശേഷം വിവാഹം കഴിക്കാം എന്ന രീതിയിലായിരുന്നു അവൾ നിന്നത്. പക്ഷേ രക്ഷിതാക്കൾ ഇതൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഇവളെ വിവാഹം കഴിപ്പിച്ചയക്കുകയാണ്. ഇവളെ വിവാഹം കഴിപ്പിച്ചയച്ചത് കൊണ്ട് തന്നെ ഇവൻ്റെ വീട്ടിൽ പോയപ്പോൾ ഇവൻ ഫുള്ള് ഇവളെ മർദ്ദിക്കുകയാണ്. ഇവളിങ്ങനെ വീട്ടിലോട്ട് വരുന്ന ടൈമിന് മാതാപിതാക്കളോട് പറയുകയാണ്, എനിക്ക് ഡിവോഴ്സ് വേണം, അവരുമായിട്ട് ഒരിക്കലും സഹകരിച്ച് ജീവിക്കാൻ കഴിയില്ല എന്ന രീതിയിലൊക്കെ ആയിരുന്നു മാതാപിതാക്കളോട് സംസാരിച്ചത്. മാതാപിതാക്കൾ പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ ശരിയാവും, പിന്നീട് നിന്നോട് സ്നേഹമാവും എന്ന് പറയുകയാണ്. പിന്നീട് ഇവൾക്ക് 14 വയസ്സാകുന്നുണ്ട്. 2 കൊല്ലം കഴിഞ്ഞതിന് ശേഷം തന്നെ 14 വയസ്സായപ്പോൾ ഇവൾ ഗർഭിണിയാകുകയാണ്. ഗർഭിണിയായപ്പോൾ ഇവൻ്റെ ഈ സ്വഭാവമൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. ഡെയിലി വന്ന് ഇവളുമായിട്ട് വഴക്കും കാര്യങ്ങളും തന്നെയായിരുന്നു. ഇവൾ വീട്ടിൽ വന്നിട്ട് കരഞ്ഞിട്ട് ഇങ്ങനെ വീട്ടുകാരോട് പറയാം, കുറച്ച് കഴിയുമ്പോൾ ശരിയാവും എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങളും എല്ലാ മാതാപിതാക്കളും പറയുന്നുണ്ടെങ്കിൽ ശരിയാവും എന്നായിരുന്നു ഇവളെ മാതാപിതാക്കളും പറഞ്ഞത്. ഇവർക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം എന്ന രീതിയിലായിരുന്നു ഇവളെ മൈൻഡ് മുഴുവൻ ഉണ്ടായിരുന്നത്. അങ്ങനെ തന്നെ 14 വയസ്സ് കഴിയുമ്പോൾ തന്നെ ഇവൾ ഗർഭിണിയായിരുന്നു. പിന്നീട് ഇവൾ പ്രസവിക്കുന്നുണ്ട്. പിന്നീട് ഇവളുടെ ചിന്ത എന്ന് പറയുന്നത് രക്ഷപ്പെടുന്ന ഇതിനിടയിൽ തന്നെ എൻ്റെ കുഞ്ഞിനെ എന്ത് ചെയ്യുമെന്നായിരുന്നു. അങ്ങനെ പിന്നീട് വർഷങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇവർക്ക് 17-ാം വയസ്സിൽ ഇവനിങ്ങളെ ഓൺലൈൻ ഇങ്ങനെ മെസ്സേജ് അയക്കുന്ന ടൈമിന് തുർക്കിയിലുള്ള ഒരുത്തനുമായിട്ട് ഇവൾ ഫ്രണ്ട്ഷിപ്പ് ആകുന്നുണ്ട്. അവൻ്റെ പേര് അലി എന്നായിരുന്നു. അലി എന്ന് പറയുന്നവനുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആകുന്നുണ്ട് തുർക്കിയിൽ. നല്ല രീതിയിലൊരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളായപ്പോൾ ഇവളെ സാഹചര്യങ്ങൾ മുഴുവൻ ഇവൻ്റെ അടുത്ത് പറയുകയാണ്. ഇവൻ്റെ അടുത്ത് പറഞ്ഞത് കൊണ്ട് തന്നെ ഇവൻ പറയുകയാണ്, ഞാൻ നിന്നെ രക്ഷപ്പെടുത്താം, നിൻ്റെ പാസ്പോർട്ടും കാര്യങ്ങളും റെഡിയാക്കുക, നീ എൻ്റെ അടുത്തോട്ട് പോകുന്ന രീതിയിൽ ഇവർ സംസാരിക്കുകയാണ്. അങ്ങനെ തന്നെ ഇവിടുന്ന് രക്ഷപ്പെട്ട് തുർക്കിയിലോട്ട് പോവുകയാണ്. തുർക്കിയിലോട്ട് പോയതിന് ശേഷം ഉപ്പാക്ക് ഇവൾ എവിടെയാണ് പോയത് എന്ന് തിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഇന്റർപോളിൻ്റെ സഹായത്തോടെ അന്വേഷിക്കുകയാണ്. 4 മാസം കൊണ്ട് തന്നെ ഉപ്പാക്ക് കാര്യം മനസ്സിലായി. ഇന്റർപോളിൻ്റെ സഹായത്തോടെ തന്നെ ഇവൾ തുർക്കിയിലോട്ടാണ് പോയതെന്ന്. ഇന്റർപോളിൻ്റെ സഹായത്തോടു കൂടി തന്നെ ഇവളെ ഉപ്പ നേരെ തുർക്കിയിലോട്ട് പോകാൻ തീരുമാനിക്കുകയാണ്. സജാദിൻ്റെ ഉപ്പയും കൂടി ഇവളെ ഉപ്പാൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും നേരെ തുർക്കിയിലോട്ട് പോയി ഇവളെ കണ്ട് മീറ്റ് ചെയ്തിട്ട് ഇവരിങ്ങനെ സംസാരിക്കുകയാണ്. ഇനി സജാദ് നിന്നൊന്നും ചെയ്യില്ല, നീ വീട്ടിലോട്ട് തിരിച്ചു വരണമെന്ന് സജാദിൻ്റെ ഉപ്പയും പറയുകയാണ്. അതുപോലെ തന്നെ ഇവളെ ഉപ്പയും പറയുകയാണ്. അവളെ പറഞ്ഞ് ഇവളെ മോട്ടിവേഷൻ ചെയ്ത് ഇവളെ ഫുള്ള് കൺവിൻസ് ചെയ്തതിന് ശേഷം തിരിച്ച് വീണ്ടും ഇറാനിലോട്ട് കൊണ്ടുവരികയാണ്. ഇറാനിലോട്ട് കൊണ്ടുവരുന്ന ടൈമിന് ഇവളോട് പറഞ്ഞത്, നമുക്ക് എന്തായാലും പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് സജാദിനെ കാണാം, ഇപ്പോൾ നേരെ പോയിട്ട് അവനെ കാണണ്ട എന്ന രീതിയിലായിരുന്നു സംസാരിച്ചത്. അങ്ങനെ തന്നെ ഇവർ നേരെ എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത ടൈമിന് സജാദിന് മനസ്സിലായി ഇവൾ തിരിച്ച് വന്നിട്ടുണ്ട് എന്ന്. പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് മീറ്റ് ചെയ്യാൻ നിൽക്കുന്ന ടൈമിന് പെട്ടെന്ന് തന്നെ വണ്ടിയെല്ലാം ക്രോസിനിട്ട് വന്നിട്ട് ഇവൻ അനിയനും കൂടിയിട്ട് ആ വണ്ടിയിൽ നിന്ന് ഇവളെ വലിച്ച് കൊണ്ടുപോവുകയാണ്. നേരെ സജാദിൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ട് ഇവൻ്റെ റൂമിൽ വെച്ചിട്ട് കത്തി വെച്ചിട്ട് ഇവളെ തല മുഴുവൻ അരിഞ്ഞ് എടുക്കുകയാണ്. എടുത്തിട്ട് ബോഡീൻ്റെ അകത്ത് തലയില്ലാത്തൊരു സിറ്റുവേഷനിലോട്ട് ആ ബോഡി വന്ന് ഇവൻ്റെ അനിയൻ നേരെ എന്താക്കാണ് ബെഡ്ഷീറ്റ് വെച്ചിട്ട് ഈ ബോഡി പൊതിഞ്ഞിട്ട് ഈ ബോഡി നേരെ കൊണ്ടുപോയി ഡെബ് ചെയ്യാൻ പോവുകയാണ്. അന്നേ സമയത്ത് ഇവളുടെ ഉമ്മ മാത്രമേ ഉണ്ടായിരുന്നു. ആ വീട്ടിൽ സജാദിൻ്റെ ഉമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സജാദിൻ്റെ ഉമ്മാനോട് ഇവൻ നേരെ പറയുകയാണ്, സജാദ് ഞാൻ അവളെ തലയറുത്ത് കൊന്നു എന്ന് പറയുകയാണ്. എന്നിട്ടൊരു ഭ്രാന്തനോട്ട് ആ തലയും പിടിച്ചിട്ട് തെരുവിലോട്ട് ഇറങ്ങിയാണ്. ഒരു കയ്യിൽ ഇവളെ തലയും അതുപോലെ തന്നെ മറ്റേ കയ്യിൽ കത്തിയുമുണ്ട്. ഇത് രണ്ടുമായിട്ട് ഇവൻ നേരെ തെരുവിലോട്ട് ഇറങ്ങിയാണ്. പെട്ടെന്ന് തന്നെ പോലീസുകാരെ വിളിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ ആൾക്കാർ വീഡിയോയും കാര്യങ്ങൾ ഷൂട്ട് ചെയ്തു. സജാദിൻ്റെ അനിയനും കൂടിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത് പോലീസുകാർ വരുമ്പോൾ തന്നെ. പിന്നീട് പോലീസുകാർ ഇവരെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്ത ടൈമിന് ഇങ്ങനെ ഇവളെ ഉപ്പ പറഞ്ഞത് ഇവർക്ക് നല്ല ശിക്ഷ കൊടുക്കണം അങ്ങനെ ഇങ്ങനെയെന്നല്ലായിരുന്നു പറഞ്ഞത്. പിന്നീട് ഇവരെ കോർട്ടിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യുന്ന ടൈമിന് ഇവളെ ഉപ്പ പറഞ്ഞ കാര്യമാണ് അക്ഷരാർത്ഥത്തിൽ എല്ലാവരും നെട്ടിച്ച് കളഞ്ഞത്. സജാദ് നല്ലൊരു മനുഷ്യനാണ്, എൻ്റെ മകളെ നല്ല രീതിയിലാണ് നോക്കിയത്, ഞാൻ കണ്ടിട്ടുണ്ട്, അങ്ങനത്തെ രീതിയിലൊക്കെ ആയിരുന്നു കോർട്ടിൽ പോയിട്ട് സംസാരിച്ചത്. ഇതൊക്കെ കൊണ്ട് തന്നെ സജാദിൻ്റെ അനിയന് 45 മാസം മാത്രമാണ് ശിക്ഷ വിധിച്ചത്. അതുപോലെ തന്നെ എനിക്ക് കംപ്ലൈൻ്റ് ഇല്ല അങ്ങനെ ഇങ്ങനെയെന്നല്ല ഇവളെ ഉപ്പയും അതുപോലെ തന്നെ ഇവരെ പേരൻസും പറഞ്ഞത് കൊണ്ട് തന്നെ സജാദിന് 8 വർഷം ശിക്ഷ ഇതിൻ്റെ കാലാവധി വിധിക്കുകയും പിന്നീട് അവരെ വിട്ടയക്കുകയും ചെയ്യുകയും ചെയ്തു. നമ്മളെന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.